ജന്മസാക്ഷാത്കാരത്തിനായി ഭൂഖണ്ഡങ്ങൾ കടന്നും നീളുന്ന പലായനം, അതുവരെ ജീവിച്ച സമുദ്രത്തിൽ നിന്ന് പിറവികൊണ്ട നദിയിടത്തിലേക്കുള്ള തീർത്ഥയാത്ര, പ്രതിബന്ധങ്ങൾ ഏറെ കടന്നു ചെന്ന് മുട്ടയിട്ട് ജീവിത ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മരണം. പൊന്നും വിലയുള്ള സാൽമൺ മത്സ്യത്തിന്റെ ജീവിതമാണ് 123 ഫാക്ട്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത്. ശുദ്ധജലത്തിലും സമുദ്രജലത്തിലും വസിക്കുന്ന വെള്ളി നിറമുള്ള മത്സ്യമാണ് സാൽമൺ. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള മത്സ്യം. വൈവിധ്യമാർന്ന ആരോഗ്യ ആനുകൂല്യങ്ങൾ നൽകുന്ന പോഷക സമൃദ്ധവും ആരോഗ്യകരവുമായ സാൽമനുകളെ അനാഡ്രോമസ് എന്ന് വിളിക്കാറുണ്ട്. സാൽമോണിഡെ കുടുംബത്തിലെ മത്സ്യങ്ങളുടെ പൊതുവായ പേരാണ് സാൽമൺ. സാധാരണഗതിയിൽ പ്രധാനമായും 6 തരത്തിൽ സാൽമൺ മത്സ്യങ്ങളുണ്ട്. കടും ചുവപ്പ് നിറത്തിലുള്ള വടക്കൻ പസഫിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന ഏറ്റവും രുചികരമായ ഇനങ്ങളിലൊന്നായ സോക്കി സാൽമൺ, വടക്കൻ പസഫിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന സുഷിയിൽ ഉപയോഗിക്കുന്ന ഇളം പിങ്ക് നിറമുള്ള കൊഹോ സാൽമൺ, കിങ് സാൽമൺ എന്നും അറിയപ്പെടുന്ന ഇരുണ്ട നിറവും വെണ്ണ സ്വാദുമുള്ള ഷിനൂക്ക് സാൽമൺ, പസഫിക് സാൽമണിന്റെ ഏറ്റവും സമൃദ്ധമായ ഇനമായ പിങ്ക് സാൽമൺ, ടിന്നിലടച്ച സാൽമൺ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്ന ഇളം പിങ്ക് നിറത്തിലുള്ള ഡോഗ് സാൽമൺ എന്നും അറിയപ്പെടുന്ന ഷം സാൽമൺ, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണപ്പെടുന്നവയും അതേസമയം കൃഷിയിടത്തിൽ വളർത്തുന്നവയുമായ അറ്റ്ലാന്റിക് സാൽമൺ എന്നിവയാണ് സാൽമൺ മീനിന്റെ വകഭേദങ്ങൾ. ഉത്തരാർദ്ധഗോളത്തിലെ തണുത്ത പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന ഈ സാൽമൺ മത്സ്യങ്ങൾ യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കകലെയുള്ള ശുദ്ധജലത്തിൽ ജനനം കൊള്ളുന്നവയാണ്. എന്നാൽ പിന്നീട് സമുദ്രത്തിലേക്ക് കുടിയേറുകയും ശേഷം മുട്ടയിടുന്നതിനായി ജനിച്ച ഇടത്തേക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി മടങ്ങിവന്ന് മുട്ടയിട്ട് അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ദേശാടനത്തിനിടെ താൻ മരണം വരിക്കുമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെ ഇവ താണ്ടുന്നത് ഭൂഖണ്ഡങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവയ്ക്ക് അനാഡ്രോമസ് എന്ന പേര് വന്നതും. സാൽമണുകൾ അവയുടെ പ്രായപൂർത്തിയായ ശേഷമുള്ള ജീവിതത്തിന്റെ വലിയ ഒരു പങ്കും സമുദ്രത്തിലാണ് ചെലവഴിക്കുന്നതെങ്കിലും അവയുടെ സാഹസികമായ ജീവിതം ആരംഭിക്കുന്നത് സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന ശുദ്ധജലം വഹിക്കുന്ന നദികളിലാണ്. ശീതകാലം മുഴുവൻ വെള്ളത്തിനടിയിൽ ആയിരിക്കുന്ന മുട്ടകൾ 3 മാസത്തെ കാത്തിരിപ്പിന് ശേഷം മെയ് ജൂൺ മാസങ്ങളിൽ വസന്തകാലത്ത് വിരിഞ്ഞു തുടങ്ങും. ശുദ്ധജലത്തിൽ വിരിഞ്ഞുണ്ടാകുന്ന മീൻ കുഞ്ഞുങ്ങൾക്ക് തുടക്കത്തിൽ 1 ഇഞ്ച് മാത്രമേ വലിപ്പമുണ്ടാകാറുള്ളൂ. പ്രാരംഭ ദിശയിൽ ഇവയെ പൊതിഞ്ഞ യോക്ക് എന്ന സഞ്ചി, അലേവിൻ എന്ന് വിളിക്കപ്പെടുന്ന മഞ്ഞക്കരു ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നിറഞ്ഞതാണ്. ഇതാണ് ഇവരുടെ ജീവൻ നിലനിർത്തുന്നതും. സാൽമൺ മത്സ്യക്കുഞ്ഞുങ്ങൾ പരൽമീൻ വലിപ്പമാകുമ്പോഴേക്കും ഈ മഞ്ഞക്കരു മുഴുവനായും ഉപയോഗിച്ചു തീരുകയും പിന്നീട് അവ പ്ലാങ്ക്ടൺ, പ്രാണികളുടെ കോശകൃമികൾ എന്നിവയെല്ലാം ഭക്ഷിക്കാൻ ആരംഭിക്കുകയും തുടർന്നുള്ള 2-3 വർഷങ്ങൾ ശുദ്ധജല അരുവികളിൽ തന്നെ കഴിച്ചുകൂട്ടുകയും ചെയ്യുന്നു. 12 സെന്റിമീറ്റർ നീളമുള്ളപ്പോൾ സ്മോൾട്ട് എന്നറിയപ്പെടുന്ന ഉപ്പുവെള്ളത്തിന്റെ ജീവിക്കാൻ ആവശ്യമായ ശരീരമാറ്റങ്ങൾക്ക് വിധേയരായപ്പെടുന്നു. ഈ കാലത്താണ് നദിയുടെ ഗന്ധം അവയുടെ ഓർമ്മയിൽ അടയാളപ്പെടുത്തുന്നത്. ഇങ്ങനെ കടലിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായി കഴിഞ്ഞാൽ അതുവരെ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന സാൽമണുകൾ കൂട്ടം കൂടി ജീവിക്കാൻ ആരംഭിക്കും. പിന്നീടുള്ള യാത്രകളെല്ലാം ഒരുമിച്ചാണ്. കടലിൽ പ്രവേശിക്കുമ്പോൾ ഇവയ്ക്ക് സാധാരണയായി ഏകദേശം 20 സെന്റിമീറ്റർ നീളമുണ്ടാവും. സമുദ്രത്തിൽ സമുദ്രജല പ്രവാഹത്തോടൊപ്പം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കുകയും ചെമ്മീൻ, സാൻഡീൽ മത്സ്യങ്ങൾ, ചെറിയ മറ്റു മത്സ്യങ്ങൾ എന്നിവയെ ഭക്ഷിച്ച സാൽമൺ മത്സ്യങ്ങൾ വേഗത്തിൽ പ്രായപൂർത്തി കൈവരിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ അവ 5 അടിയോളം നീളം വയ്ക്കുകയും 3 മുതൽ 10 പൗണ്ട് വരെ തൂക്കം വയ്ക്കുകയും ചെയ്യുന്നു. അവ ഭക്ഷിക്കുന്ന ഒരുതരം ചെറു ചെമ്മീനുകളിൽ അടങ്ങിയിട്ടുള്ള കാരോറ്റനോയിഡ്സ് വർണ്ണങ്ങൾ സാൽമണുകളുടെ മാംസത്തിന് കാണപ്പെടുന്ന ഇളം ചുവപ്പ് അല്ലെങ്കിൽ പിങ്ക് നിറത്തിന് കാരണമാകുന്നു. പ്രായപൂർത്തിയാകുന്നതോടെ സാൽമൺ മത്സ്യങ്ങൾ പ്രജനനത്തിനായി അവ ജനിച്ചു വളർന്ന പുഴകളെയും അരുവികളുടെയും അതേ ഇടങ്ങളിലേക്ക് തിരികെ യാത്ര ചെയ്യാൻ തയ്യാറാകും. അതുവരെ ജീവിച്ച സമുദ്രത്തിൽ നിന്ന് ഉൾനാടൻ നദികളിലെ സ്വന്തം തറവാട്ടിലേക്കുള്ള തീർത്ഥയാത്ര തങ്ങൾ ജനിച്ച ഇടങ്ങളിലേക്ക് മടങ്ങിച്ചെന്ന് അവിടെ മുട്ടയിടുക മാത്രമാണ് അവരുടെ ജീവിത ലക്ഷ്യം. ലോകത്തെ ഏറ്റവും കൂടുതൽ പഠനവിധേയമാക്കപ്പെട്ടിട്ടുള്ള ജീവികളിലൊന്നായ സാൽമൺ മത്സ്യങ്ങളുടെ ഈ അതിശയയാത്ര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കാഴ്ച കൂടിയാണ്. വടക്ക് കിഴക്കൻ അമേരിക്ക, കാനഡ, സ്പെയിൻ മുതൽ ആർക്കിറ്റിക് റഷ്യ വരെ നീണ്ടുകിടക്കുന്ന യൂറോപ്പ് എന്നിവിടങ്ങളിലെ പുഴകൾ ഈ സന്ദർഭങ്ങളിൽ ഇത്തരം സാൽമൺ ദേശാടന യാത്രകളുടെ പാതകളായി മാറുന്നുണ്ട്. ശരത്കാലവേളയിലാണ് സാധാരണയായി എല്ലാ വർഷവും ആയിരക്കണക്കിന് സാൽമൺ മത്സ്യങ്ങൾ സമുദ്രത്തിൽ നിന്ന് പുഴകളിലൂടെ സഞ്ചരിക്കുന്ന അത്ഭുത ദൃശ്യം അരങ്ങേറാറുള്ളത്. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഗ്രീൻലാൻഡിൽ നിന്ന് പോലും വർഷങ്ങളോളം ജീവിച്ച വളർച്ചയെത്തിയ സാൽമൺ മത്സ്യങ്ങൾ തങ്ങളുടെ ആദ്യ സമുദ്രയാത്രയ്ക്ക് തിരഞ്ഞെടുത്ത അതേ പാതയിലൂടെ തിരികെ അവ ജനിച്ചു വീണ ഇടം തേടി ദേശാടനം തുടങ്ങാറുണ്ട്.
ഏകദേശം 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഈ യാത്രയ്ക്കായി 3000-ലധികം കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടതുണ്ട്. സമുദ്രത്തിൽ നിന്ന് ഉൾനാടൻ നദികളിലെ തങ്ങളുടെ സ്വന്തം തറവാട്ടിലേക്കുള്ള ഈ മടക്കയാത്ര വളരെ അപകടം നിറഞ്ഞതാണ്. വഴിയിൽ ഇരയെയും കാത്തിരിക്കുന്ന തിമിംഗലങ്ങൾ, മറ്റു വലിയ മീനുകൾ, കരടികൾ, സീലുകൾ എന്നിവയുടെ കണ്ണുവെട്ടിച്ചു വേണം ഇവയ്ക്ക് യാത്ര തുടരാൻ. എവിടെയും വിശ്രമമില്ലാതെ ഒറ്റയടിക്ക് യാത്ര ചെയ്യുക എന്നതാണ് രീതി. അതിനാൽ തന്നെ ഭക്ഷണമില്ല. കടലിൽ നിന്ന് നദീമുഖങ്ങളിലെ ശുദ്ധജലത്തിലേക്ക് കടക്കുന്നതോടെ ഇവ ഭക്ഷണം പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീടുള്ള ജീവിതത്തിൽ ശരീരത്തിൽ മുൻപ് ശേഖരിച്ചു വെച്ച കൊഴുപ്പ് മാത്രമാണ് ഇവയുടെ ഊർജ്ജ സ്രോതസ്. സമുദ്രത്തിൽ കേപ്ലിൻ മത്സ്യം കഴിച്ചതിൽ നിന്നും സംഭരിച്ച കൊഴുപ്പാണ് പിന്നീട് മുട്ടയിടാനായുള്ള യാത്രയിൽ 1 കൊല്ലത്തെ ഉപവാസമിരിക്കാൻ ഇവയെ സഹായിക്കുന്നത്. യാത്രയിൽ പുഴകൾ മഴയിൽ നിറഞ്ഞൊഴുകുന്നതോടെ സാൽമണുകൾ നദിയുടെ ഒഴുക്കിനെതിരായി മേലോട്ട് യാത്ര ആരംഭിക്കുന്നു. ചിലയിടങ്ങളിൽ വെള്ളച്ചാട്ടങ്ങൾക്ക് മീതെ ഇവയ്ക്ക് 12 അടി വരെ ഉയരത്തിൽ ചാടേണ്ടി വരും. പുഴയുടെ കുത്തൊഴുക്കുള്ള ഭാഗങ്ങളും വെള്ളച്ചാട്ടങ്ങളുമെല്ലാം അവ കരുത്തും അശ്രാന്ത പരിശ്രമത്തിലൂടെയും മറികടക്കുന്ന കാഴ്ച തീർത്തും പ്രചോദിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ ഏറ്റവും ആരോഗ്യമുള്ളതിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രകൃതിയുടെ വഴിയാകാം ഇത്. 8 മുതൽ 10 അടി വരെ ഉയരത്തിൽ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ചാടാനും ശക്തമായി വാലിട്ടടിച്ച് കുതിക്കാനുമുള്ള കഴിവും വെള്ളച്ചാട്ടങ്ങളെ മറികടക്കാൻ അവയെ സഹായിക്കുന്നു. ഇവയുടെ സ്വാഭാവികമായ ദേശാടനങ്ങൾക്ക് പലപ്പോഴും അണക്കെട്ടുകൾ തടസ്സമാകാറുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ സാൽമൺ ദേശാടനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ മനുഷ്യർ മത്സ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പ്രത്യേക ഗോവണികൾ പോലെയുള്ള ചെറുവെള്ളച്ചാട്ടങ്ങളുടെ ശൃംഖലകൾ തീർത്ത് അവയുടെ സഞ്ചാരം സാധ്യമാക്കുന്നു. പ്രതിസന്ധികൾ മറികടന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി പുഴയിൽ അവ ജനിച്ചു വീണ നീർച്ചാലിൽ എത്തുന്നതോടെ സാൽമണുകളുടെ യാത്ര പൂർത്തിയാകുന്നു. ഇലപൊഴിയും കാലത്താണ് ഇവയുടെ മുട്ടയിടൽ. പരിസരങ്ങളുമായി ചേർന്ന നിറം അതിജീവനത്തിന് സഹായകരമാണെന്നതുകൊണ്ട് ഈ കാലത്ത് ആൺമത്സ്യങ്ങളുടെ തോലിന്റെ നിറം ചുവപ്പായി മാറുന്നു. പെൺമത്സ്യങ്ങൾ തിളക്കം കുറഞ്ഞ കൂടുതൽ കറുത്ത നിറമായി മാറും. ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ വാൽഭാഗത്തുള്ള ചിറകുകൾ കൊണ്ട് തല്ലി നദിയുടെ അടിത്തട്ടിൽ കല്ലും മണ്ണും കൊണ്ട് മുട്ടയിടാനുള്ള കൂടുപോലെ ഒരിടം ശരിയാക്കും. ഇതിനിടയിൽ ചെറിയ തോതിൽ ഫെറോമോൺസ് അടങ്ങിയ ഒരു ലായിനി അവ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കും. ഇത് ആൺമീനുകളെ ആകർഷിക്കാനാണ്. റെഡ് എന്നറിയപ്പെടുന്ന കൂട്ടിൽ സംയോഗം നടക്കുകയും പെൺമത്സ്യം മുട്ടയിടുകയും ആൺമത്സ്യം ബീജസങ്കലനം നടത്തുകയും ചെയ്യും. ഈ മുട്ടകൾ ഇളം ചുവപ്പ് നിറത്തിൽ ഒട്ടലോടുകൂടിയായതിനാൽ അവിടെയുള്ള പാറക്കല്ലുകളിലും പരസ്പരം ഒട്ടിച്ചേർന്നിരിക്കുന്നത് മൂലം വെള്ളത്തിൽ ഒഴുകിപ്പോകാറില്ല. അതിനുശേഷം വാലുപയോഗിച്ച കുറച്ച് മണ്ണും കല്ലും അതിന്റെ പുറത്തേക്ക് നീക്കിയിട്ട് വീണ്ടും മേൽപ്പറഞ്ഞ പ്രവൃത്തി ആവർത്തിക്കും. ഒരു മത്സ്യം ഏകദേശം 7500 മുട്ടകളിടും. ഇത്തരത്തിൽ പ്രജനന പ്രക്രിയ പൂർത്തിയാക്കിയ സാൽമണുകളെ കെൽട്ട് എന്നാണ് വിളിക്കുന്നത്. ഇത്രയും കഴിയുമ്പോഴേക്കും 1 കൊല്ലത്തോളമായി ഉണ്ണാവ്രതത്തിലായിരുന്ന ഈ മീനുകൾ അവശരായിട്ടുണ്ടാകും. അവയുടെ ദേഹത്ത് പൂപ്പലുകൾ വളർന്നു തുടങ്ങും. പ്രജനന പ്രക്രിയ പൂർത്തിയാകുന്നതോടെ സാൽമണുകൾ പുഴകളിലൂടെ തിരികെ സമുദ്രം ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയാണ് പതിവെങ്കിലും അതികഠിനവും ദീർഘവുമായ ദേശാടന യാത്രയുടെ തളർച്ചയിൽ ഭൂരിഭാഗവും മുട്ടയിടുന്നതോടെ ആൺമത്സ്യങ്ങളിൽ അധികവും ജീവൻ വെടിയുന്നു. യാത്രയുടെ ക്ലേശങ്ങളെ അതിജീവിക്കുന്ന ചില പെൺമത്സ്യങ്ങൾ 2-3 പ്രാവശ്യം കൂടി അടുത്ത പ്രജനനത്തിനായി തങ്ങളുടെ ജനിച്ചയിടം തേടി വീണ്ടും ഒരു ദേശാടന യാത്രയ്ക്ക് തയ്യാറാകാറുണ്ട്. ശുദ്ധജല സ്രോതസ്സിൽ സാൽമണുകൾ ജനിച്ചു വീണ ഇടം കൃത്യതയോടെ കണ്ടെത്തുന്നത് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ജനിച്ച വീണിടത്തേക്കുള്ള ഗതി നിയന്ത്രണത്തിനായി ഈ മത്സ്യങ്ങൾ ഒരുതരം രാസപദാർത്ഥങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രത്യേക ഓർമ്മകളെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയപ്പെടുന്നു. കൂടാതെ ഭൂമിയുടെ കാന്തിക വലയം, സമുദ്ര ജലപ്രവാഹങ്ങൾ, നക്ഷത്രങ്ങളുടെ സ്ഥാനം മുതലായ ഒരു പറ്റം ഘടകങ്ങളും സാൽമണുകളെ സഹായിക്കാറുണ്ടെന്നും പറയപ്പെടുന്നു. അടിസ്ഥാനപരമായി ഒരു ശുദ്ധജല മത്സ്യമാണെങ്കിലും അവ ജനിക്കുന്ന അരുവികളിലെ ഭക്ഷണ ലഭ്യതയുടെ സാധ്യതയിലുള്ള കുറവുകളാണ് സാൽമണുകളെ ദേശാടന സ്വഭാവമുള്ള ജീവികളാക്കുന്നത്. സാൽമൺ മത്സ്യത്തിന്റെ സാഹസികത നിറഞ്ഞ ദേശാടനത്തെ കനേഡിയൻ എഴുത്തുകാരൻ റോഡറിക് ഹെയ്ഗ് ബ്രൗൺ 1942 പ്രസിദ്ധീകരിച്ച റിട്ടേൺ ടു ദ റിവർ എന്ന കൃതിയിലൂടെ മനോഹരമായ വർണ്ണനകളായി വരച്ചു കാണിക്കുന്നുണ്ട്.